എറണാകുളം പാലാരിവട്ടത്ത് മെട്രോ നിർമ്മാണത്തിനിടെ പൈപ്പ് പൊട്ടി. കുടിവെള്ളം മുടങ്ങിയതോടെ പ്രദേശവാസികൾ പ്രതിഷേധിക്കുകയാണ്. കലക്ടർ ഉമാ തോമസ് MLA തുടങ്ങിയവർ സ്ഥലത്തെത്തി. ആര്യ വിനോദുണ്ട് വിവരങ്ങളുമായി. ആര്യ, ഇപ്പോൾ എന്താണ് സ്ഥലത്ത് സാഹചര്യം? അധികൃതർ എന്ത് വിശദീകരണമാണ് നൽകുന്നത്? ഒപ്പം തന്നെ ഈ കുടിവെള്ളം പുനഃസ്ഥാപിക്കാനുള്ള നടപടി എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അനീഷ, ഇപ്പോഴും ഈ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കളക്ടറും ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഉമാ തോമസ് MLAയും അതുപോലെ തന്നെ ദീപ്തി മേരി വർഗീസ് അടക്കമുള്ള നേതാക്കൾ നേരത്തെ തന്നെ സ്ഥലത്തുണ്ടായിരുന്നു. ഇപ്പോൾ കളക്ടറും സ്ഥലത്തെത്തി നാട്ടുകാരുമായി നേരിട്ട് സംസാരിക്കുകയാണ്. KMR ഉദ്യോഗസ്ഥരും ഇവരുമായിട്ട് കളക്ടറുമായിട്ട് സംസാരിക്കുകയുണ്ടായിരുന്നു. അവർ അറിയിച്ചത് നേരത്തെ 4 ദിവസം കുടിവെള്ളം മുടങ്ങുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. അതിനായിട്ട് തക്കതായ കുടിവെള്ളം ഇവിടെ എത്തിച്ചിരുന്നു എന്നുള്ളതാണ് KMR ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നത്. അതിനിടയിൽ തന്നെ നാട്ടുകാർ ആ രീതിയിൽ പ്രതിഷേധവും ഉന്നയിച്ചു. ഇവിടെ ആർക്കും വെള്ളം കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നേരം മണിക്കൂറുകളായിട്ട് റോഡ് ഉപരോധിച്ചുകൊണ്ടായിരുന്നു ഇവിടെ പ്രതിഷേധം നാട്ടുകാർ നടത്തിയത്. 4 ദിവസം പ്രാഥമിക ആവശ്യത്തിന് പോലും വെള്ളം കിട്ടാത്തൊരു സാഹചര്യമായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ആ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയത്. അത് തുടർച്ചയായി വീണ്ടും ഈ ഒരു മെട്രോ നിർമ്മാണത്തിന്റെ അനാസ്ഥയോടുകൂടി തന്നെ ഇപ്പോൾ വീണ്ടും ഈ ഒരു പൈപ്പ് പൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതാണ് നാട്ടുകാരുടെ ഈ ഒരു പ്രതിഷേധം ഇത്രയും ശക്തിയാക്കാൻ വേണ്ടി കാരണമായത്. 4 ദിവസം കുടിവെള്ളം പോലും ഇല്ലാതെ അവർ പുറത്തുനിന്ന് വെള്ളം വാങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് തക്കതായ പരിഹാരം ഒന്നും അന്ന് അവർ ചെയ്തു നൽകിയിരുന്നില്ല. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ വീണ്ടും ഈ ഒരു പൈപ്പ്, അതായത് ഒരു പൈപ്പ് പൊട്ടിയാൽ 4 ദിവസം നമ്മൾ പട്ടിണിയാണോ, വെള്ളം കിട്ടാതെ അവസ്ഥയാണോ കുടിവെള്ളത്തിന് എന്നുള്ള സംശയങ്ങളാണ് നാട്ടുകാർ ഉന്നയിച്ചത്. ആ ചോദ്യങ്ങളാണ് നാട്ടുകാർ ഇപ്പോൾ കളക്ടറോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കളക്ടറും നാട്ടുകാരും തമ്മിൽ സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. 6 എണ്ണമുണ്ട്. ഈ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകണം, പരീക്ഷയാണ്. വെള്ളമില്ലാണ്ട് ഞങ്ങൾക്ക് ലോറി വെള്ളം മേടിക്കാനുള്ള കഴിവില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം എന്ത് വേണം? ഈ കുഞ്ഞുങ്ങളെ പരീക്ഷ മുടങ്ങിപ്പോകോ? ഭക്ഷണം വെക്കണില്ല, പുറത്തുനിന്ന് മേടിച്ചിട്ടാണ് എല്ലാ വെള്ളത്തിൽ ഓരോ. അപ്പോൾ ഇതാ നാട്ടുകാരുടെ ഈ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് നമുക്ക് എങ്ങും കേൾക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷമാണ് ഇപ്പോൾ കുടിവെള്ളം ഇവിടെ എത്തിക്കുന്ന ഒരു സാഹചര്യവും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഉടൻ തന്നെ പരിഹാരം ഉണ്ടാകുന്നത് വരെ ഈ ഒരു പ്രശ്നം, ഈ ഒരു പ്രതിഷേധം ഇവിടെ തുടരും എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പ്രശ്നത്തിന്റെ പരിഹാരം ഉടൻ തന്നെ കാണും എന്നുള്ള പ്രതീക്ഷയിലാണ് നാട്ടുകാർ. എറണാകുളം പാലാരിവട്ടത്താണ് മെട്രോ നിർമ്മാണത്തിനിടെ പൈപ്പ് പൊട്ടിയത്. അതിന് പിന്നാലെ കുടിവെള്ളം മുടങ്ങുകയും ചെയ്യും. അധികൃതരുടെ ഇടപെടൽ ഇപ്പോൾ കുടിവെള്ളം അവിടെ എത്തിച്ചിട്ടുണ്ട് എന്നാണ് ആര്യ നൽകുന്ന വിവരങ്ങൾ.